ഇല്ല, ഞങ്ങൾക്ക് ഇനിയിപ്പം എല്ലാ കാര്യവും നമുക്ക് ചെന്ന് തുറന്നു പറയാൻ ഒരാളായി. അതാണ് ഏറ്റവും മുഖ്യമായിട്ട് കാണുന്നത്. ഞങ്ങളുടെ നിയമസഭ തൊട്ട് ഞങ്ങളുടെ പഞ്ചായത്ത് തലം വരെ മിനി ഗവൺമെന്റ് വരെ ഇന്ന് ഞങ്ങളുടെ UDF-ന്റെ അധികാരമാണ്. സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നൊരു പറച്ചിലും പ്രാർത്ഥനയും അത്രമാത്രം ത്യാഗപൂർണമായിട്ടാണ് എല്ലാവരും വോട്ട് ചെയ്തതും. ടീം UDF എന്ന് പറഞ്ഞ എല്ലാം നേരിട്ടു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. കഴിഞ്ഞ 10 വർഷക്കാലം LDF-ന്റെ ഭരണമായിരുന്നു എരുമേലി പഞ്ചായത്തിൽ. പക്ഷേ ഇവിടെ വികസനങ്ങൾ കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിച്ചു. 10 വർഷക്കാലം LDF-ന്റെ ദുർഭരണത്തിൽ നിന്ന് കേരളത്തിലെ ജനതയ്ക്ക് VD സതീശൻ്റെ നേതൃത്വത്തിൽ മോചനം ലഭിച്ചിരിക്കുകയാണ്. നമസ്കാരം. കേരളമെങ്ങും UDF സർക്കാർ അധികാരമേറ്റതിൻ്റെ സന്തോഷത്തിലാണ്. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നാടും നഗരവുമെല്ലാം ആഹ്ലാദ തിമിർപ്പിലാണ്, ആഘോഷ ലഹരിയിലാണ്. പലയിടങ്ങളിലും പായസം വിതരണവും മധുരപലഹാര വിതരണങ്ങളൊക്കെ നടന്നു വരികയാണ്. VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അവർ വലിയ പ്രതീക്ഷയോടെയാണ് പുതിയ UDF സർക്കാരിനെ കാണുന്നത്. VD സതീശൻ മാത്രമല്ല മറ്റു മന്ത്രിമാർക്കും അഭിനന്ദനം അർപ്പിക്കുകയാണ് ഇവിടെ ഓരോരുത്തരും. നമുക്ക് അവരുടെ വാക്കുകൾ കേൾക്കാം. പൈസയൊക്കെ കുറിച്ച് ഞങ്ങളിന്ന് വളരെ ഹാപ്പിയാണ്. കാരണം ഞങ്ങൾ നിയമസഭ തൊട്ട് ഞങ്ങളുടെ പഞ്ചായത്ത് തലം വരെ മിനി ഗവൺമെന്റ് വരെ ഇന്ന് ഞങ്ങളുടെ UDF-ന്റെ അധികാരമാണ്. നമ്മുടെ LDF-ന്റെ 10 വർഷത്തെ കിരാതമായ ഭരണത്തിന് ഒരു ജനങ്ങൾ ഭയങ്കര ശക്തമായിട്ടാണ് താക്കീത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാം വളരെ ഹാപ്പി. കാരണം 102 സീറ്റെന്ന് ഞങ്ങളുടെ നേതാവ് പറഞ്ഞതുപോലെ തന്നെ 100 സീറ്റോടെ കൂടി മുഴുവൻ മന്ത്രിമാരും ഞങ്ങളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇന്ന് സത്യപ്രതിജ്ഞയിൽ വളരെ ഹാപ്പിയാണ്. സന്തോഷമാണോ എൻ്റെ ദൈവമേ. എല്ലാവരും എവിടെ ഏത് വാർഡിൽ ചെന്നാലും സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നൊരു പറച്ചിലും പ്രാർത്ഥനയും അത്രമാത്രം ത്യാഗപൂർണമായിട്ടാണ് എല്ലാവരും വോട്ട് ചെയ്തതും. അതിന് കാരണം നമുക്കറിയാമല്ലോ, 10 വർഷത്തെ അവരുടെ ഭരണത്തിൻ്റെ അഴിമതിയുടെയും കാരണം ഒരു സമാധാനമില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇറങ്ങി നടക്കാൻ നമുക്കറിയാമല്ലോ. അതിനൊക്കെ എതിരായിട്ടാണ് ഈ പ്രാവശ്യത്തെ വിജയം. തീർച്ചയായിട്ടും സന്തോഷമുണ്ടെന്ന് ചോദിച്ചാൽ ഒത്തിരി സന്തോഷം. എങ്ങനെയാ പറയേണ്ടത്? മുഖ്യമന്ത്രി അടിപൊളിയോ? ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായില്ലേ എൻ്റെ ലാളിത്യം, എളിമ അല്ലേ. നമ്മളെല്ലാവരും കണ്ടു. ഈയിടെ ഇന്നലെ ഒരു വീഡിയോ കണ്ടു, ട്രെയിനെ യാത്ര ചെയ്യുന്ന പൊതിച്ചോറുമായിട്ട് നിസാരം നമ്മുടെ കറികൾ വാഴച്ചുണ്ട് തോരന് സമ്മന്തി കണ്ടായിരുന്നു ആരെങ്കിലും? അത്രമാത്രം ഇപ്പൊ തന്നെ നമുക്ക് തെളിയിച്ചു. ലാളിത്യനാണ് എല്ലാം. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ശരി, പവർഫുൾ. മന്ത്രിമാരൊക്കെ എങ്ങനെയുണ്ട്? മന്ത്രിമാരെ എല്ലാവരും വകുപ്പുകളൊക്കെ അറിഞ്ഞല്ലോ. എങ്ങനെയുണ്ട് ആഭ്യന്തരം മറ്റുള്ള വകുപ്പുകളൊക്കെ? എല്ലാ സന്തോഷം, വളരെയധികം സന്തോഷം, വളരെയധികം അഭിമാനം ഈ നിമിഷത്തിൽ. എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ ഇരുന്നാണ് ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രതീക്ഷയിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമാണ് സർ VD സതീശൻ സാർ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്, CM ആയിട്ട് വരുന്നത്. ഈ പറഞ്ഞ പോലെ ആൾ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ഏത് കാര്യവും എന്താ പറയുക ഫ്രീ ആയിട്ട് ചോദിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മീറ്റിങ്ങിലാണെങ്കിലും ഭയങ്കര ഷോർട്സിലെല്ലാം കണ്ടു, ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കര ലാളിത്യത്തോടെ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് പറയുന്നത് യൂത്തായ ആൾക്കാർക്ക് ഭയങ്കര ലളിതമായിട്ടാണ് മറുപടി കൊടുക്കുന്നത്. ഞങ്ങളുടെ ആ ഒരു ലെവലിലേക്ക് വരെയും പുള്ളി ആ ഒരു ട്രെൻഡ് കൊണ്ടുവന്ന് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷം. UDF-ന്റെ ഭരണം വന്നതിൽ ഒരുപാട് സന്തോഷം. VD സതീശൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് എല്ലാവർക്കും വലിയ സന്തോഷമാണ്. ടീം UDF എന്ന് പറഞ്ഞ എല്ലാം നേരിട്ടു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഈ ജനങ്ങൾക്ക് മുഴുവൻ വലിയ സന്തോഷമാണ്. TVയിലൊക്കെ ഭയങ്കര ആളാണ് പരിപാടി നടക്കുന്നിടത്തെല്ലാം. വലിയ സന്തോഷം, ഹാപ്പി. പായസം എല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടം പോലെ പായസം കൊടുത്തു. എല്ലായിടത്തും ഉണ്ട് ഈ പരിപാടി. അതിൻ്റെ ഭാഗമായിട്ട് എരുമേലിൽ നടത്തിയതാണ്. 12% എല്ലാം തിരുവനന്തപുരത്ത് പോയിരിക്കുക പരിപാടി. ബാക്കിയുള്ള വാർഡ് പ്രസിഡന്റുമാരും എല്ലാം കൂടി ബാക്കിയുള്ള വാർഡ് പ്രസിഡന്റുമാരും എല്ലാം കൂടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ മധുരങ്ങൾ ഞങ്ങളിവിടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു തരാനും ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും സ്ത്രീകളുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും എല്ലാവർക്കും സന്തോഷം തന്നെ. അതുപോലെ തന്നെ ബസ്സിൽ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗകര്യം, അതുപോലെ തന്നെ എല്ലാ കാര്യം വിദ്യാഭ്യാസത്തിന് എല്ലാ കാര്യങ്ങൾക്കും നല്ല ഇത് തന്നെ മന്ത്രിയോട് ഞങ്ങൾ നല്ലൊരു ടീം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇലക്ഷന് വേണ്ടി വർക്ക് ചെയ്ത് ഇറങ്ങിയത്. അന്നേരം ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു എങ്ങനെയുണ്ട് പുതിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും? നല്ല ഭൂരിപക്ഷത്തോടെ എല്ലാം ഇവിടെ നേടിയിരിക്കുന്നത്. അത് അതിൻ്റെ ഒരു പ്രത്യേകിച്ചും ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ഇവിടെ കേരളത്തിന് നിറവേറ്റി കൊടുക്കും. യാതൊരു മാറ്റവുമില്ല. സന്തോഷം, വളരെ സന്തോഷം. ഹാപ്പി, അടിപൊളി. VD സതീശൻ മുഖ്യമന്ത്രിയായി വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. മുൻ കാലങ്ങളിൽ നടന്ന ഭരണത്തെക്കാട്ടിലും ഉചിതമായ നല്ലൊരു ഭരണം UDF-ന്റെ പ്രതിനിധിയായ പുള്ളിക്കാരൻ നടത്തുമെന്ന് VD സതീശൻ നടത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നാട്ടിൽ വേണ്ട എല്ലാ വികസന പ്രവർത്തനങ്ങളും പുള്ളി നടത്തി തരുമെന്ന്. പ്രത്യേകിച്ച് എരുമേലി ശബരിമല സീസൺ ഉള്ളതുകൊണ്ട് ഇവിടെ ഇരുട്ടിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് ശബരിമല. അമ്പലം മുതൽ കവല വരെയും ബസ് സ്റ്റാൻഡ് മുതൽ
സെൻറ് തോമസ് പടി വരെ ഇരുട്ടിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ്. സീസൺ സമയമാകുമ്പോൾ ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ വരുന്ന പ്രദേശത്ത് വെളിച്ചം കൊണ്ടുവരേണ്ട അത്യാവശ്യമാണ്. പാല, പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി അതുപോലുള്ള മേഖലകൾ ടൗൺ ഭയങ്കരമായ വെളിച്ചത്തിലാണ്. വികസനങ്ങൾ അതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. എരുമേലിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ വികസനം വരേണ്ട ഒരു പ്രദേശമാണ്. പക്ഷേ ഇവിടെ വികസനമില്ല. കഴിഞ്ഞ 10 വർഷക്കാലം LDFിൻ്റെ ഭരണമായിരുന്നു എരുമേലി പഞ്ചായത്തിൽ. പക്ഷേ ഇവിടെ വികസനങ്ങൾ കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഈ കോട്ടയം ജില്ലയിൽ ഒരു മന്ത്രി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വിഷമമുണ്ടോ? കോട്ടയം ജില്ലയിൽ വിഷമമുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ എത്രയോ ജില്ലകളുണ്ട്. അതിൽ ഒരു മന്ത്രിയെ കിട്ടിയതിൽ സന്തോഷമുണ്ട്. ശരി ശരി. നമ്മുടെ കോട്ടയം ജില്ലയിൽ ഒരു മന്ത്രി മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു സ്പീക്കറാണുള്ളത്. ഒരു മന്ത്രിയിൽ ഒതുങ്ങിയതിൽ വിഷമമുണ്ടോ? അതിന് വിഷമമില്ല. കാരണം ഇത് ടീം UDF ആണ്. UDFിൻ്റെ മന്ത്രിമാർ എന്ന് പറയുന്നത് ഒരു ജില്ലയിൽ ഇതുവരെ ഇത്ര മന്ത്രി എന്നുള്ള കണക്കൊന്നുമില്ല. ഏറ്റവും അർഹതപ്പെട്ട, തീർച്ചയായിട്ടും നല്ല ഒരു ടീമായിട്ടുള്ള യുവജനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മന്ത്രിമാരെ തന്നെയാണ് ശ്രീ VD സതീശൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനകത്ത് ഞങ്ങൾക്ക് ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ളതിൽ എനിക്ക് യാതൊരു വിധമായ വിഷമങ്ങളുമില്ല. അമ്പവാലിയുടെ പട്ടയ പ്രശ്നങ്ങളിലെ ബഫർ സോൺ സമരങ്ങളിൽ ഞങ്ങൾക്ക് അവിടെ വന്ന ഒരു ഏറ്റവും വലിയൊരു നേതാവെന്ന നിലയിൽ സതീഷ് മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനത്തോട് തന്നെയാണ്. പമ്പാവാലി നിവാസി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും അഭിമാനമുണ്ട്. കാരണം ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ആദ്യം ഓടിയെത്തൊരു രാഷ്ട്രീയ നേതാവെന്ന നിലയ്ക്ക് ഇപ്പം പുള്ളി മുഖ്യമന്ത്രിയായി എന്നതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട. ഞങ്ങളുടെ ബഫർ സോൺ വിഷയങ്ങളൊക്കെ പുള്ളി ഞങ്ങൾക്കത് മാറ്റിത്തരുമെന്നൊരു വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ആദ്യം ഓടിയെത്തുമെന്ന് വിശ്വാസമാണ് നിങ്ങൾക്ക്? ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. മറ്റു മന്ത്രിമാരൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും അവരുടേതായ കർത്തവ്യങ്ങൾ നേരായ വണ്ണം നിർവഹിക്കും എന്നുള്ളതിനെ പറ്റി ഞങ്ങൾക്ക് പുതിയ മന്ത്രിമാരൊക്കെ ഉണ്ട്, നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ പുതിയ മുഖ്യമന്ത്രി VD സതീശൻ സാറിന് എൻ്റെ എല്ലാവിധ ആശംസകളും. പോരാതെ ബാക്കി എല്ലാ മന്ത്രിമാർക്കും എല്ലാവരും സൂപ്പറാണ്, എല്ലാവരും അടിപൊളിയാണ്. നല്ലൊരു കേരള ഭരണം ഉണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും നല്ലൊരു നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പം യൂത്താണ്, വനിതയാണ്, നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇല്ല, ഞങ്ങൾക്ക് ഇനിയിപ്പം എല്ലാ കാര്യവും നമുക്ക് ചെന്ന് തുറന്നു പറയാൻ ഒരാളായി. അതാണ് ഏറ്റവും മുഖ്യമായിട്ട് കാണുന്നത്. പിന്നെ എല്ലാവർക്കും സന്തോഷമായി. നല്ലൊരു ഭരണത്തിലേക്ക് അവരെത്തട്ടെ മാത്രം ആശംസിക്കുന്നു. 10 വർഷക്കാലം LDFിൻ്റെ ദുർഭരണത്തിൽ നിന്ന് കേരളത്തിലെ ജനതയ്ക്ക് VD സതീശൻ്റെ നേതൃത്വത്തിൽ മോചനം ലഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ടാകുന്ന നിമിഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ നിമിഷം കാണാൻ കഴിയുന്നത്. എല്ലാ തെരുവോരങ്ങളിലും എല്ലാ മേഖലകളിലും പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു. പല കിംവദന്തികൾ പരത്തി ഈ സുവർണാവസരത്തെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച ശക്തികൾക്കെതിരായിട്ട് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശനും രമേശിനെതിരെ ഒരുമിച്ച് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ സഹായങ്ങളും പറഞ്ഞുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിയുടെ നടത്തിപ്പുകാരനായ KC വേണുഗോപാൽ അവരോടൊപ്പം കൂടിയിരിക്കുകയാണ്. കോൺഗ്രസിനെ മാധ്യമങ്ങൾക്ക് തകർക്കാൻ പറ്റത്തില്ല എന്ന് തെളിയിച്ചെടുക്കുന്ന ഈ സുവർണ അവസരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഭിവാദ്യങ്ങൾ എല്ലാ ജനങ്ങൾക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. പുതിയ മുഖ്യമന്ത്രിയായി ശ്രീ VD സതീശൻ അധികാരമേൽക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ കാര്യങ്ങൾ ഒക്കെ ചെയ്യുമെന്ന്, പൊതുജനത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ എന്താണ് ചേട്ടാ? നമുക്കറിയാം, കേരളം ഇന്ന് ഒരു വലിയ ആഘോഷത്തിൻ്റെ നിറകയിലാണ്. അത് നമുക്കറിയാം. നമുക്ക് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് ആഘോഷിക്കുന്ന ഒരു ഇന്നത്തെ സത്യപ്രതിജ്ഞ. നമുക്കറിയാം, പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ അതിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഞാൻ. എൻ്റെ പേര് സണ്ണി കുറ്റിവേൽ നിന്നാണ്. നമുക്കറിയാം, പട്ടികവർഗ വിഭാഗങ്ങളെ UDF വളരെ കരുതലോടെയാണ് ഈ പ്രാവശ്യം നമ്മൾ വരവേൽക്കുന്നത്. അതിന് വേണ്ട പുതിയ പദ്ധതികളും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് നടപ്പിലാക്കുവാൻ സന്നദ്ധനാണ്. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നതാണ്. എല്ലാ സപ്പോർട്ടും എല്ലാ സപ്പോർട്ടും ഉണ്ടാകുന്നതാണ്.